ഈ ദക്ഷിണ കൊടുക്കുന്നത് പറവക്കാവടി സ്പോൺസർഷിപ്പ് ചെയ്തിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന്. എൻ്റെ പേരിൽ, എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ പേരിലായിരുന്നു പ്രോഗ്രാം ഇറങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ദക്ഷിണ കൊടുക്കുന്നത് ഞാനാണ്. പക്ഷേ രണ്ടാമത്തെ ഫുൾ പേയ്മെൻറ്റിൻ്റെ ദക്ഷിണ കൊടുക്കുന്നത് അപ്പുവാണ്. എനിക്കതിൻ്റെ ഇടയിലാണ് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാണ്ടായത്. കയറാം, എങ്കിലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞെങ്കിലും എന്തോ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ഈ ഒരു കാര്യത്തിനായിരുന്നു നമ്മൾ ആ പൈസ ഫുള്ള് കാര്യങ്ങളും കൊടുത്ത്. ഏകദേശം ഒരു 1 2 3 4 5 6 പേരുള്ള ഒരു ടീമായിരുന്നു ചെയ്തത്. എന്താ പറയുക, ഈ ക്ലിപ്പ് കുത്തിയിട്ട് ഈ ആടുന്നത് 6 പേരാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ കുറേ പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഈ കവുങ്ങിൻ്റെ മരം ബാലൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ വണ്ടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നാമ്പുറം. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിലും ഇതൊരു അനുഗ്രഹം പോലെയാണ് നമുക്ക് തോന്നിയത്. ഒരുപാട് പേര് ബാഡ് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാണുമ്പം ചിലർക്ക് പേടിയാവുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് അന്നം വാങ്ങിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ചിലരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ തെറ്റായിരിക്കാം, ചിലരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ശരിയായിരിക്കാം. ഞങ്ങൾക്കത് ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല, ഞങ്ങളത് ചെയ്തു. നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട എന്ന് പറയാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഉത്സവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എടമണ്ണിൽ കര അനുസരിച്ചിട്ട് എല്ലാ കരക്കാരും ഓരോ ഘോഷയാത്രയായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് വന്ന് കൂടുന്നത് മാടങ്കാവിലാണ്. അപ്പം നിലവിൽ നമ്മുടെ ചുറ്റിനും അമ്പലങ്ങളുണ്ടെങ്കിലും ഇപ്പം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഉത്സവം മാടങ്കാവിലെ ഉത്സവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ കരയായിട്ടാണല്ലോ, അപ്പം കോമ്പറ്റീഷൻ ആയിരിക്കും എല്ലാവർക്കും. ഉത്സവം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. 34 നമ്മുടെ ഇടമണ്ണുള്ള ഒരുവിധം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, മാടമ്പി എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അവരുടെ DJ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഡാൻസ് വരെ കളിച്ചു. പിന്നെ ഏറ്റവും ലാസ്റ്റ് അമ്പലത്തിൽ ഉത്സവം എല്ലാം കയറി കൊടിയിറങ്ങിയതിന് ശേഷം മഞ്ഞൾ വെള്ളം ദേഹത്തൊഴിക്കുന്ന ഇതേപോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അഖണ്ഡനാമജപമായിരുന്നു ശിവരാത്രിയുടെ അന്ന് ഉണ്ടായിരുന്നത്. അത് കാരണം വേറെ പ്രോഗ്രാമും കാര്യങ്ങളും ഇല്ലായിരുന്നു. മുന്നത്തെ ദിവസങ്ങളിലുണ്ടായിരുന്നു പ്രോഗ്രാമും എല്ലാം. പിന്നെ നമ്മുടെ അന്നദാനം ഒരു ദിവസം ഉണ്ടായിരുന്നു, ചേട്ടനും അനിയനും അപ്പൂസും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയത്. എന്തായാലും അടുത്ത കൊല്ലത്തെ ഉത്സവത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓരോ വർഷവും ഓരോരോ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളും ദൈവത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സമർപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ